ഞാനോ ഒന്നും എനിക്കില്ല, പക്ഷെ രാമനുണ്ണിക്ക് എന്നേക്കാൾ കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഉള്ള ഒരു സംഭാഷണത്തിലാണ് മുതിരുന്നത്. പ്രാക്ടീസിങ് എഴുത്തുകാർ എന്ന നിലയിൽ ഇങ്ങനെ ഈ പ്രതിഭാസം നമ്മളെ ബാധിക്കുന്നു. അതായത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന നിലയിലാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീ രാമനുണ്ണിയാണ് കോ പാനലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എഴുത്തു ജീവിതത്തെ എല്ലാവരുടെയും എഴുത്തു ജീവിതത്തെ ഇപ്പോൾ വേണമെങ്കിൽ 3 ഭാഗിക്കാം. ആദ്യത്തെ ഒരു എഴുതി തുടങ്ങിയിട്ട് 2000 അല്ലെങ്കിൽ 1990കളിൽ ഒടുവ്, അവസാനം മുതൽ 2000 വരെ ഉള്ള ഒരു കാലഘട്ടം വളരെ ദീർഘമായി 300-400 നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന എഴുത്തിൻ്റെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു പന്ഥാവിൽ കൂടിയാണ് നമ്മളെല്ലാം ചലിച്ചത്. അതിനുശേഷം 2000-ലാണ് 1900-കളിലെ അവസാനത്തിൽ 1990-കളുടെ അവസാനത്തിലും ആണ് ഈ ഇൻ്റർനെറ്റ് രംഗത്ത് വരുന്നത്. ഇൻ്റർനെറ്റ് എഴുത്തിനെ ആകെ മാറ്റിമറിച്ചു. ഇന്ന് ഏതാണ്ട് ഇൻ്റർനെറ്റ് അതിൻ്റെ മെച്യൂരിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ഒരു 3-4 അല്ലെങ്കിൽ 5 വർഷങ്ങളായിട്ട് ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുത്തിനെ ബാധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം എൻ്റെ എഴുത്ത് ജീവിതം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 25 വർഷം വളരെ യാഥാസ്ഥികമായിട്ട് അനുസ്യൂതമായിട്ട് ഷേക്സ്പിയറുടെ മറ്റേ കാലം തൊട്ട് തുടർന്ന് വന്നിരുന്ന, അതിനുശേഷം ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഗുഡൻബർഗ് പുസ്തകം അച്ചടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ആ ഒരു വിപ്ലവത്തിന് ശേഷം ലോകമെമ്പാടും എങ്ങനെയായിരുന്നു എഴുത്ത്, അതുപോലെ തന്നെയായിരുന്നു എഴുത്ത് മലയാളത്തിലും. ഇൻ്റർനെറ്റ് വന്നപ്പോൾ ആകെ അത് ഒന്ന് കീഴ്മേൽ മറിഞ്ഞു. അങ്ങനെ ഒരു 10-25 വർഷം കൂടി എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ AI-യുടെ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ഏതാണ്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പല എഴുത്തുകാരും, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ഇൻ്റർനെറ്റിന് മുൻപുള്ള കാലത്തും ഇൻ്റർനെറ്റ് കാലത്തും ദീർഘമായി സമയം ചെലവഴിച്ച എഴുത്തുകാർ. ഇതാണ്. ഇത് എഴുത്തിനെ പല രീതിയിലും എഴുതിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു 5-6 ഏരിയ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എഴുത്ത് ഈ 3 കാലങ്ങളിലും എഴുത്ത് എങ്ങനെയാണ് ബാധിച്ചത്, ഈ 3 കാലങ്ങളിൽ എഴുത്തിനെ എങ്ങനെയാണ് നയിച്ചത് എന്നുള്ളത്. ഇപ്പം പരമ്പരാഗത കാലഘട്ടത്തിന്, അതായത് ഇൻ്റർനെറ്റ് പൂർവ്വ കാലഘട്ടത്തിൽ സാഹിത്യം എന്നുള്ളത് പരിപൂർണമായിട്ടും പബ്ലിഷേഴ്സിൻ്റെയും പത്രാധിപന്മാരുടെയും നിയന്ത്രണത്തിലായിരുന്നു. പുസ്തകം അച്ചടിക്കാനുള്ള ചെലവ്, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വലിയ നിയന്ത്രണം അല്ലെങ്കിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റ് കാലത്തിലെത്തിയപ്പോൾ സെൽഫ് പബ്ലിഷിങ് പോസിബിളായി. ആൾക്കാർക്ക് സ്വയമായിട്ട് പബ്ലിഷ് ചെയ്യാം. ബ്ലോഗുകൾ എന്ന് പറഞ്ഞ് ദീർഘമായിട്ട് സ്വയം ഒരു എഡിറ്ററുടെയും ഒരു പബ്ലിഷറുടെയും ഒത്താശ കൂടാതെ ഇത് പബ്ലിഷ് ചെയ്യാം.
പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൻ്റെ വളരെയധികം കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാവുന്ന പോലെ ഫേസ്ബുക്ക്. AI വന്നപ്പോൾ കാര്യങ്ങൾ മുഴുവൻ പാടെ മാറി. ഇപ്പം എഴുത്തിനെ AI സഹായിക്കുന്നു, എഴുത്തുകാരനെ AI സഹായിക്കുന്നു, എഡിറ്റിംഗ് AI സഹായിക്കുന്നു. ഇത് ഞാൻ ഇംഗ്ലീഷിനെ പറ്റിയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് മലയാളത്തെ പറ്റി കൂടിയാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇൻ്റർനെറ്റിലും മറ്റും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും AI-യുടെ അടുത്തുണ്ട്. അതിനെ സ്വതന്ത്രമായിട്ട് അപഗ്രഥിക്കാനുള്ള കഴിവ് AI-ക്കുണ്ട്. പിന്നെ ഒരു നിമിഷം കൊണ്ട് പല ഫോർമാറ്റിലും നമ്മളൊരു ചെറുകഥയാണ് എഴുതുന്നത്, അത് AI-യോട് പറഞ്ഞാൽ നിമിഷം കൊണ്ട് അത് ഒരു ഫിലിം സ്ക്രിപ്റ്റായി മാറ്റാനോ അല്ലെങ്കിൽ ഒരു നാടകമായി മൾട്ടി ഫോർമാറ്റായിട്ടുള്ള പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമായിട്ട് AI പുസ്തകങ്ങളിൽ, AI നിർമ്മിച്ച പുസ്തകങ്ങളിൽ വലിയൊരു പ്രളയമാണിപ്പോൾ കാണുന്നത്. പിന്നെ ഗ്രന്ഥകർത്താക്കൾ, ആദ്യം പബ്ലിഷേഴ്സ്, ഇതിനടുത്ത് ഗ്രന്ഥകർത്താക്കൾ. ഈ ഇൻ്റർനെറ്റിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഗ്രന്ഥകർത്താക്കൾ വളരെ പ്രിവിലേജ്ഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളായിട്ടോ ഒരു മാസികകളായിട്ടോ മറ്റും നല്ല ബന്ധം പുലർത്തേണ്ടി വരുന്നു. അവർക്കൊരു ലബ്ധപ്രതിഷ്ഠരാവാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു. ഇപ്പോൾ അമേരിക്കയിലും മറ്റും ഒരു സാഹിത്യകാരൻ എന്നുള്ള മുദ്ര കുത്തണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂയോർക്കർ മാസികയിൽ പ്രസിദ്ധീകരിക്കണം. മലയാളത്തിലും ഒരു കാലത്ത് അതേ സ്ഥാനം തന്നെയായിരുന്നു മാതൃഭൂമി വാരികയിൽ. ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഇത് കംപ്ലീറ്റ് മാറി. ഇത് പല ഭാഷകളിലും ഈ തൃണമൂല തലത്തിൽ വ്യാപകമായിട്ട് ഗ്രന്ഥകർത്താക്കൾ ഉദയം ചെയ്തു. എഴുത്ത് ജനാധിപത്യവൽക്കരിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ എഴുത്ത് എല്ലാവർക്കും പ്രാപ്യമായി. അതിനു വേണ്ടി ഇപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും തുടക്കത്തിലെ എഴുത്ത് സംസ്കൃതം അറിയാവുന്നവനും പുരുഷന്മാർക്കും സവർണർക്കും മാത്രമേ പ്രാപ്യമായിരുന്നുള്ളൂ. ഇന്ന് അതല്ല, ആർക്കു വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം എന്നുള്ള നിലയായി ഏത് ഭാഷയിലും. അതാണ് ഇൻ്റർനെറ്റ് കൊണ്ടുവന്ന വിപ്ലവം. AI കൊണ്ടുവന്ന വിപ്ലവം എഴുത്ത് ഏത് ഭാഷയിലും ആകാം, പക്ഷെ അതിനെയെല്ലാം നിമിഷം പ്രതി നിങ്ങളുടെ ഭാഷയിലേക്ക് പ്രാപ്യമാക്കാനുള്ള തർജ്ജമയുടെ ടൂളുകൾ ഇപ്പോൾ ധാരാളമായിട്ട് അവൈലബിളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്നത് ഒരു യൂണിഫോം സ്റ്റൈൽ, വല്ലാതെ ഫ്ലാറ്റായിട്ടുള്ള ഒരു AI സ്റ്റൈലാണ് വരുന്നത്. ഇനി സാഹിത്യ രൂപങ്ങളുടെ കാര്യത്തിലും പെട്ടെന്ന് തീർക്കാട്ടോ, സാഹിത്യ രൂപങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റം ഉണ്ടായി. ഇൻ്റർനെറ്റിന് മുമ്പുള്ള കാലത്ത് നോവലുകൾ, ഷോർട്ട് സ്റ്റോറി, കവിത, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ വന്നു. ഇൻ്റർനെറ്റ് വന്നപ്പോൾ അത് ചെറുകഥകൾ, ചെറുകഥകൾ, ഫ്ലാഷ് ഫിക്ഷൻ, ഇൻ്ററാക്റ്റീവ് ഫിക്ഷൻ, ഒരു കഥ നമ്മൾ പകുതി എഴുതുക, മെഷീൻ പകുതി എഴുതുക, ഈ രീതിയിൽ പോന്നു. പിന്നെ ഒരു ഫിക്ഷൻ്റെ അകത്ത് തന്നെ ലിങ്കുകൾ കൊടുത്ത് വീഡിയോയിലേക്ക് പോകാം, മൾട്ടിമീഡിയ ഫിക്ഷൻ, ഇങ്ങനെ പല തരത്തിലുള്ള ഇൻ്റർനെറ്റിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് സാഹിത്യ രൂപങ്ങൾ പരിപൂർണമായും മാറി. ഇപ്പോൾ സംഭവിക്കുന്ന AI-യുടെ കാലത്ത് AI ഇല്ലാതെ, ഗ്രന്ഥകർത്താവില്ലാതെ ഫുള്ളി AI ആയിട്ടുള്ള പുസ്തകങ്ങൾ വന്നു തുടങ്ങി. ഇനി അഥവാ ഒരു പുസ്തകം, എൻ്റെയോ രാമനുവിൻ്റെയോ മറ്റൊരു പുസ്തകം AI അവൈലബിൾ ആണെങ്കിൽ, തകഴിയുടെ ചെമ്മീൻ അവൈലബിൾ ആണെങ്കിൽ, വേണമെങ്കിൽ AI-യോട് നമുക്ക്
റിക്വസ്റ്റ് ചെയ്യാം, അവസാന രംഗത്തിൽ നമ്മുടെ കറുത്തമ്മയെ കൊല്ലരുതെന്ന്. അപ്പോൾ AI അതനുസരിച്ച് കഥ മാറ്റി എഴുതുക. അങ്ങനെ ഇൻ്ററാക്റ്റീവ്, നമുക്ക് ഓരോ റീഡറിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിക്ഷനാണ് ഇപ്പോൾ AI കൊണ്ടുവന്നിട്ടുള്ളത്. ശൈലിയും ഭാഷയും ഇപ്പോൾ ഇൻ്റർനെറ്റ് മുമ്പുള്ള കാലഘട്ടത്തിൽ അത് വളരെ ഫോർമൽ ടോണായിരുന്നു. അതിന് നോവൽ, ചെറുകഥ, ഇതിനെല്ലാം സ്ഥിരമാതൃകകൾ ഉണ്ടായിരുന്നു. ഈ മാതൃകകൾ ഭേദിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമായിരുന്നു. ഇത് പഠിപ്പിക്കുന്ന MFA ഡിഗ്രി, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഈ ഫോമുകൾ പഠിപ്പിക്കുന്ന MFA ഡിഗ്രികളും മറ്റും നൽകുന്ന യൂണിവേഴ്സിറ്റികളുണ്ടായി. ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഈ ഔപചാരികമായിട്ടുള്ള സ്വരം പരിപൂർണമായിട്ട് മാറി, അതൊരു സംഭാഷണത്തിൻ്റെ സ്വരമായി. പിന്നെ കഥ, ചെറുകഥ, നോവൽ, നാടകം തുടങ്ങിയ ഷോണറുകൾ, സാഹിത്യ രൂപങ്ങൾ പരസ്പരം മിക്സ് ചെയ്ത് അവതരിപ്പിക്കാൻ തുടങ്ങി. AI അങ്ങനെയല്ല. AI ശരിക്കും പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. KP രാമനുണ്ണിയെ പറ്റി പോലെ ഒരു ചെറുകഥ എഴുതുക എന്ന് പറഞ്ഞാൽ AI എഴുതിത്തരും. ഒരു മിമിക്കിങ് എന്ന സ്റ്റൈൽ. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ AI ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കത്തോളം ഈ ChatGPT ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കരുത്ത് നമ്മുടെ പ്രോംപ്റ്റുകളിലാണ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രോംപ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ 5-6 എഴുത്തുകാർ ഒരേപോലെ പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു അവധാനത, ഒരു ഐക്യ സ്വരൂപം വരും. ഇനി പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിനും വലിയ മാറ്റങ്ങൾ വന്നു. ഫിസിക്കലായിട്ടുള്ള പുസ്തകശാലകളായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. മാക്സിമം നമുക്ക് ചെയ്യാതിരുന്ന് പുസ്തകം VPP ആയിട്ട് അയക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്, അല്ലെങ്കിൽ മാസികകളും മറ്റും സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. ഇൻ്റർനെറ്റ് വന്നപ്പോൾ, ബുക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാസികകൾ വന്നപ്പോൾ ഏത് നിമിഷത്തിലും ആ നിമിഷത്തിൽ തന്നെ നമുക്ക് പുസ്തകങ്ങൾ അല്ലെങ്കിൽ സാഹിത്യം പ്രാപ്യമായി. AI ഇത് പരിപൂർണമായിട്ട് മാറ്റി. AI ചെയ്യുന്ന എന്താ വെച്ചാൽ, ഒരു പുസ്തകം നമ്മൾ AIക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാൻ സാധ്യതയുള്ള നിഷായിട്ടുള്ള വായനക്കാരെ കണ്ടെത്തി അവർക്ക് വിവരം അറിയിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി AI സ്വയമായിട്ട് തന്നെ ഏറ്റെടുത്ത് അതാത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. പണ്ടൊക്കെ നമ്മളൊരു മാതൃഭൂമിയുടെ ബാക്ക് പേജിലോ ഉള്ളിലോട്ടൊരു പരസ്യം കൊടുക്കും, ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതെടുക്കും. AI വന്നപ്പോൾ അതല്ല, നമ്മുടെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ ആരാന്ന് കണ്ടെത്തി അവരെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കും. AIയുടെ അടുത്തത് ഈ ഗേറ്റ് കീപ്പേഴ്സാണ്. ആരാണ് സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ എഴുത്തുകാരനാകണം എന്ന് വിചാരിക്കുന്നവരെ എഴുത്തിൽ നിന്ന് 400-450 കൊല്ലം മാറ്റി നിർത്തി. ഈ ഗേറ്റ് കീപ്പേഴ്സ് അത് പബ്ലിഷേഴ്സായിരുന്നു. പിന്നെ വലിയ നിരൂപകന്മാർ, അതിനുശേഷം ലിറ്റററി ജേർണൽസ്, അതിലൊക്കെ ഒന്ന് അച്ചടിച്ച് കിട്ടുക എന്ന് പറഞ്ഞൊരു സാഹിത്യകാരന് ജീവിതകാലത്ത് സാധിക്കാത്ത കാര്യമായിരുന്നു. ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഇതെല്ലാം മാറി. അൽഗോരിതംസായി നിശ്ചയിക്കുന്നത്. ഒരു എഴുത്തുകാരന് 10 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അതിന് മുമ്പിലേക്ക് തള്ളും, അത് 100ആയി വർദ്ധിക്കും. ആരും ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അൽഗോരിതം അതിനെ പിന്നോട്ട് തള്ളും. പിന്നെ ഈ ക്രിട്ടിക്കുകൾ ഏതാണ്ട് ഇല്ലാതായത്. ഇപ്പം സാഹിത്യത്തിൽ മാത്രമല്ല, ഹോട്ടലിലായാലും സിനിമയിലായാലും എല്ലാം നിരൂപകന്മാർ ഏതാണ്ട് ഇല്ലാതായി. അതിന് പകരം ഇൻഫ്ലുവൻസേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്. ഇത് ഏതെങ്കിലും എഴുത്തുകാരനെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ മലയാള സിനിമ, മലയാള നാടകം, നോവൽ, ഇത്തരത്തിലുള്ള പല ഓൺലൈൻ. AI ചെയ്യുന്നത് മറ്റൊന്നാണ്. AI ക്യൂറേറ്റ് ചെയ്യും. നമ്മൾ AIയോട് ചോദിക്കാൻ, ഒരു നല്ല നോവൽ വായിക്കാനുണ്ടോ, അത് ക്യൂറേറ്റ് ചെയ്ത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്
നമുക്ക് തരും. AI-യിൽ വളരെയധികം റെക്കമെൻഡേഷൻ എൻജിൻസ് ഉണ്ട്. ഈ എൻജിൻസ് തപ്പിപ്പിടിച്ച് നമുക്ക് പുസ്തകങ്ങൾ എത്തിക്കും. വായനക്കാരുടെ ഹാബിറ്റ് മാറി. പണ്ടാണെങ്കിൽ വളരെ സമയമെടുത്ത് ഡീപ്പായിട്ടുള്ള വായനയായിരുന്നു. ഇൻ്റർനെറ്റ് വന്നപ്പോൾ അത് ഓടിച്ചു പോകലായി. പിന്നെ തുടർച്ചയായിട്ടുള്ള വായനയായി, ബിഞ്ച് റീഡിംഗ് ആയി. പിന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഗുഡ് റീഡ്സ് തുടങ്ങിയ റീഡിംഗ് സർക്കിൾസ് വന്നു. AI-യിലായപ്പോൾ ഇത് മാറി. എഴുത്തുകാരനും AI-യും ഒരുമിച്ചുള്ള എഴുത്തായി കാര്യങ്ങൾ പരിണമിച്ചു. അപ്പോൾ ഒരു പാഠം, ഒരു പുസ്തകം എന്നുള്ളത് ഏതാണ്ട് ഇല്ലാതാകുകയാണ്. അതിൻ്റെ പല അവതാരങ്ങൾ AI സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു എന്താണ് ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചാൽ വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിളിൽ കൂടിയാണ് ആദ്യമെല്ലാം സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു പുസ്തകത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. എന്നാൽ AI ഇൻ്റർനെറ്റ് കാലത്ത് ഒരാഴ്ച കൊണ്ട് പെട്ടെന്നൊരു പുസ്തകം വൈറലാവും. ഈ വൈറാലിറ്റി എന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമായി. AI എത്തിയപ്പോൾ കളി പിന്നെയും മാറി. AI-ക്കറിയാം എന്താണ് ട്രെൻഡ് ആകാൻ പോകുന്നത്. ആ ട്രെൻഡ് മുൻകൂട്ടി കണ്ട് അത് കണ്ടന്റ് സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്. വലിയൊരു ദോഷം ഞാൻ കാണുന്നത് ഈ പഴയ കാലത്ത് പുസ്തകങ്ങളിൽ നിന്ന് റോയൽറ്റി ആയിട്ടും അഡ്വാൻസ് ആയിട്ടും ഫിസിക്കൽ സെയിൽസും എല്ലാം ആയിട്ട് വരുമാനം ലഭിച്ചിരുന്നു. ഇൻ്റർനെറ്റ് ആയപ്പോൾ ഈ വരുമാനം ഏതാണ്ടില്ലാതായി. അപ്പോൾ ഇത് ക്രൗഡ് ഫണ്ടിങ്, സബ്സ്ക്രിപ്ഷൻ, പേട്രിയോൺ തുടങ്ങിയ ചില സൈറ്റുകൾ ഇവയെ ആസ്പദമാക്കേണ്ടി വന്നു. എന്നാൽ AI ഏതാണ്ട് എല്ലാ കണ്ടന്റും ഫ്രീ ആയത് കാരണം എഴുത്തുകാരൻ്റെ വരുമാനത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. കാരണം ഈ ഒരു ദീർഘമായ 1970 ആണ് ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ച് ഈ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയപ്പോൾ ഇതിനൊക്കെ കൂടുതൽ ശാസ്ത്രീയമായിട്ടും കൂടുതൽ ഇൻസൈസീവായിട്ടും ശ്രീ രാമനുണ്ണി പറയും. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാന്യനായ കഥാരംഗത്ത് ഭംഗിവാക്കല്ല, ഞാൻ എൻ്റെ ഗുരുതുല്യനായി തന്നെ കാണുന്ന പ്രിയങ്കരനായ NS മാധവൻ, സദസ്സിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഏറ്റവും സംഘാടക ശക്തിയായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ സുധാകര രാമന്തളി, വളരെ പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും പ്രസക്തമായ, ശാപമോ അനുഗ്രഹമോ എന്നറിയാത്ത ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിഷയം ലിറ്ററേച്ചർ ഓഫ് ഡിജിറ്റൽ ടൈംസ് എന്നാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിലെ സാഹിത്യം. ഈ ടൈറ്റിലിനെ വേണമെങ്കിൽ നമുക്ക് ലിറ്ററേച്ചർ ഇൻ ഡിജിറ്റൽ ടൈംസ് എന്നാക്കിയാൽ കുറച്ചൊരു വ്യത്യാസം വരും, അർത്ഥത്തിൻ്റെ ഊന്നലിലും വ്യത്യാസം വരും. ഡിജിറ്റൽ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ ഇൻ ഡിജിറ്റൽ ടൈംസ് ആവുമ്പോൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിൻ്റെ വിധി എന്താണ് എന്നതിലേക്ക് കൂടി ഒരു സൂചന വരും. ഈ അവതരണത്തിൽ രണ്ടും കലർത്തി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ടൈംസ്, ഡിജിറ്റൽ കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ ചില മാനിഫെസ്റ്റേഷൻസ് നമുക്ക് നോക്കാം. ബുക്സ്, ഡിജിറ്റൽ പബ്ലിഷിംഗ് മുതലായതാണ് ആദ്യമായിട്ട് വരുന്നത്. കിൻഡിൽ, EPUB എന്നൊക്കെ പറഞ്ഞിട്ട് ഡിജിറ്റലായിട്ടുള്ള പബ്ലിഷിങ്. കിൻഡിലൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനെക്കാട്ടിലും സുഖം. അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും നിരുപദ്രവമായിട്ടുള്ളൊരു ഫോമാണിത്. കാരണം പുസ്തകത്തിന് പകരം കിൻഡിൽ വായിക്കുമ്പോൾ കുറേ സുഖമാണ്. EPUBയിൽ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക്, വെളിച്ചത്തിന്, നമ്മുടെ കണ്ണിൻ്റെ പിടുത്തത്തിനനുസരിച്ച് മൂപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. കണ്ണടയൊന്നും വേണ്ട, അതിനനുസരിച്ച്
ആ ടെക്നോളജിയുടെ വലിയൊരു സൗകര്യം അത് തരും. ഇതാണ് ഒരു രൂപം. പിന്നെ ഓഡിയോ ബുക്സ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റുകളുണ്ട്. നമുക്ക് കണ്ണിൽ കൂടെ വായിക്കുന്നവരും ചെവിയിൽ കൂടെ വായിക്കും. അപ്പോൾ ഇതൊരു ബേസിക്കായിട്ടുള്ളൊരു മാറ്റം വരുന്നുണ്ട്. നമ്മുടെ റെറ്റിനയിൽ പിന്നെ പ്രകാശരശ്മികൾ കയറി ഒപ്റ്റിക് നെർവിൽ കൂടെ പോയി ഇതിനെ ഇമേജുകളൊക്കെ ആക്കി മാറ്റുന്നത് ഓഡിയോ ആയിട്ടുള്ള ചെവിയിൽ കൂടെ വരുന്നു എന്നൊരു മൗലികമായൊരു മാറ്റം അവിടെ വരുന്നുണ്ട്. അത് പിന്നെ നമുക്ക് നോക്കാം. പിന്നുള്ളൊരു ഫോം ഓൺലൈൻ ലിറ്ററേച്ചർ പ്ലാറ്റ്ഫോമാണ്. വാട്ട്പോഡുകൾ, പിന്നെ റോയൽ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ സവിശേഷത പറഞ്ഞാൽ അത് ഇൻട്രാക്റ്റീവാണ്. അപ്പളയ്ക്കപ്പള ഫലം തെറിയും. നമ്മൾ എഴുതിയത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ മറുപടി വരികയായി. അപ്പോൾ ഈ റെസ്പോൺസിനനുസരിച്ച് എഴുത്തുകാരൻ സ്വാധീനിക്കപ്പെടുന്ന വലിയൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ മാധവൻ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ലിറ്ററേച്ചർ, അതിപ്പോൾ പിന്നെ ട്വിറ്റർ, ത്രെഡ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായതൊക്കെ. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് പ്രസ്സിലേക്ക് വന്ന മാതിരിയുള്ളൊരു മാറ്റമല്ലേ ഇതെന്ന്. അതല്ല, മറ്റത് എഴുത്തിൻ്റെ ഒരു രൂപം താളിയോലയിൽ നിന്ന് അച്ചടിയിലേക്ക് മാറുകയാണെങ്കിൽ ഇത് ഇൻ്റർനെറ്റിലേക്ക് പെന്നിന് പകരം പിസ്കലുകളും പിന്നെ സ്ക്രീനുകളുമായിട്ട് മാത്രമല്ല ആ മാറ്റത്തോടുകൂടി സാഹിത്യത്തിൻ്റെ രൂപത്തെ, സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്നതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത്. കാരണം പിന്നെ ഇൻസ്റ്റാഗ്രാമല്ല, ട്വിറ്ററിൽ എത്ര പിന്നെ 140 ക്യാരക്ടർ ഇപ്പോൾ അവർ സൗജന്യം 250 ആക്കി കൂട്ടിയിട്ടുണ്ട്. 250 ക്യാരക്ടർ. അപ്പോൾ 250 ക്യാരക്ടറിന് ഒപ്പിച്ചിട്ടുള്ള കഥകൾ എഴുതൽ തുടങ്ങി. അപ്പോൾ സാഹിത്യത്തിൻ്റെ രൂപത്തെ, ഉള്ളടക്കത്തെ, പ്രമേയത്തെയൊക്കെ ടെക്നോളജി നിയന്ത്രിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ പറ്റുക. പിന്നെ അതിൽ വരുന്ന വേറെ 1-2 കൂടി ഞാൻ പെട്ടെന്ന് പറയാം. പിന്നെ ഇൻട്രാക്റ്റീവ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ് ലിറ്ററേച്ചറായിട്ട് വരുന്നു. ഇത് വളരെ ബേസിക്കായിട്ടുള്ളൊരു മാറ്റം വരുത്തുകയാണ്. നമ്മൾ ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ വിഷ്വൽസ് വരുന്നു, കാണാൻ പറ്റും. അത് അതിനെ മാറ്റിമറിക്കും. ആഖ്യാന രീതികളെ പല കളികളിലേക്ക് കൊണ്ടുപോകും. മൾട്ടിമീഡിയ എംബഡഡ് ആയിരിക്കും. കേൾക്കലും കാണലും കാരിക്കേച്ചർ ആവലും ഒക്കെ കൂടി ടെക്സ്റ്റിനെ അങ്ങ് മാറ്റുക. അതായത് എഴുത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ടെക്സ്റ്റിൻ്റെ മൗലിക ഘടനയെ തന്നെ മാറ്റുന്ന ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. പിന്നെ മൾട്ടിമീഡിയ പോയട്രി, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, ഇതെല്ലാം തന്നെ ഇതിൻ്റെ രൂപത്തെ മാറ്റുന്ന. പിന്നെ അവസാനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഗ്രഹമാണോ ശാപമാണോ എന്നറിയാത്ത AI ജനറേറ്റഡ് ഓർ AI അസിസ്റ്റഡ് ലിറ്ററേച്ചറായി വരുന്ന ഒരു കാര്യം. അപ്പോൾ അത് ഞാൻ അവസാനത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആദ്യം വരുന്ന ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കിൻഡലിലൊഴികെ ബാക്കിയുള്ളതിലൊക്കെ വരുമ്പോൾ സാഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയെ, രൂപത്തെ തന്നെ ഇത് മാറ്റുന്നു എന്നതാണ്. കാരണം ഇൻട്രാക്റ്റീവ് ആവുന്നു എന്ന് പറയുന്നതോടുകൂടി എഴുത്തുകാരൻ്റെ ഏകാന്തതയെല്ലാം നഷ്ടപ്പെടുകയാണ്. നമുക്ക് എങ്ങനെയുള്ള എഴുത്താണ് വേണ്ടത് എന്ന് ഒന്നിക്കിൽ ശരാശരിയിൽ കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഓഡിയൻസായിട്ട് പലപ്പോഴും ഉണ്ടാവുന്നത്. അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ച് എഴുത്തുകാരൻ തൻ്റെ ദർശനങ്ങളെയും കാലങ്ങളെയും എല്ലാം മാറ്റുന്നു. മാർക്കറ്റ് ഇൻറ്റേർണലൈസ് ചെയ്യുന്നു. മാർക്കറ്റിൽ ഏതാ വിൽപ്പന വെച്ചാൽ അതിനനുസരിച്ച് എഴുതാനുള്ള പ്രവണതയുണ്ടോ. അപ്പോൾ ഷേലോ ആയിട്ടുള്ളൊരു ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഇത് നമുക്ക് കാണും. പലപ്പോഴും നമ്മൾ ഇത് വളരെ ഡെമോക്രറ്റൈസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ നിലയ്ക്ക് ഈ അൽഗോരിതം പ്രകാരം ഇപ്പോൾ പണ്ട് ഏതാ ലൈക്ക് കിട്ടിയേച്ചാൽ അത് പുറത്തേക്ക് വരും. എനിക്ക് ലൈക്ക് കിട്ടാറുള്ള ഫേസ്ബുക്കിൽ ഞാൻ കാര്യമായിട്ടുള്ള വല്ല ലേഖനങ്ങളുടെയോ എന്തെങ്കിലും കുറിപ്പ് എഴുതിയോ ഒരു ലൈക്കും കിട്ടാറില്ല. കള്ളി ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും അധികം ലൈക്ക് കിട്ടൽ. അപ്പോൾ ഈ കള്ളി ഷർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഇത് തീരുമാനിക്കുന്നതെന്നാണ് പ്രശ്നം. അപ്പോൾ ബിലോ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഫാസിനേഷൻസിലൊക്കെ വേണ്ടി ഇതിൻ്റെ അകത്ത് തപ്പുന്ന ആൾക്കാർ നിർണായക ശക്തിയായിട്ട് മാറുന്നു. ലിറ്ററേച്ചറിനെ നിർണ്ണയിക്കുന്ന മാത്രമല്ല അതിനനുസരിച്ച് എഴുത്തുകാരൻ തൻ്റെ എഴുത്തത്തിൻ്റെ സ്വത്വത്തെ മാറ്റുന്നു എന്ന് പറയുന്നത് വലിയ അപകടകരമായിട്ടൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ വായനയുടെ രീതിയിലുണ്ടാകുന്ന മാറ്റമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. മറ്റൊരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലങ്ങോട്ട് ഇഴുകിച്ചേർന്ന് നിന്നിട്ട്
ഉള്ളൊരു വായനയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി മറ്റൊരു ജീവിതം നമ്മൾ ജീവിക്കുന്ന, മറ്റൊരു ജന്മം പ്രദാനം ചെയ്യുന്ന എഴുത്തായിരുന്നു. ഇതുകൊണ്ടാണ് പണ്ട് പറയാറുള്ളത്, ഒരു ക്ലാസിക്കൽ കൃതി വായിക്കുന്നതിൻ്റെ മുമ്പേയും ശേഷവും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചർ വായിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിനോടുള്ള മനോഭാവം തന്നെ മാറുന്നു. നമ്മൾ വേറൊരാളായിട്ട് മാറുന്നു. അങ്ങനെ ആഴമുള്ള വായന ഉണ്ടാവുന്നില്ല. ഇന്നിപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ തന്നെ നമ്മളൊരു കൃതി പബ്ലിഷ് ചെയ്തു വന്നാൽ അവരെന്താ പറയുക, വായിച്ചു എന്നൊരിക്കലും പറയാം, കണ്ടു എന്നാ പറയൽ. ഈ വാക്കൊന്നും വെറുതെ വരുന്നില്ല, കാണലേ നടക്കുന്നുള്ളൂ, വായന നടക്കുന്നില്ല. വെറുതെ സ്ക്രോൾ ചെയ്ത് പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് പകരം സാഹിത്യകൃതി അങ്ങനെ കണ്ടോണ്ടുണ്ടല്ലോ ഒരു ഗുണവുമില്ല. സാഹിത്യകൃതി എന്ന് അതിൻ്റെ പിന്നെ ഇൻഫർമേഷൻസ് അല്ല വേണ്ടത്. മറ്റ് പല ഇൻഫർമേഷൻസ് മാത്രമുള്ളതാണെങ്കിൽ കണ്ടാലും ആ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇത് ഇന്നിപ്പോൾ ഒരു സാഹിത്യകൃതിയുടെ ഇപ്പം എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തെ പറ്റി ഒരു ക്വിസ് നടത്തിയാൽ ഞാനതിൽ തോറ്റുപോകും. കാരണം അത്തരം എല്ലാവരും കഥാപാത്രങ്ങളുടെ പേരൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ആ കൃതി അതിലത്തെ വസ്തുതകൾ ഓർമ്മിക്കാനല്ല, അതിന് ഇന്നലെ പറഞ്ഞ മാതിരി, കുന്തേര പറഞ്ഞ മാതിരി, ഒരു നോവലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത വീക്ഷണമാണ് അതിനെ നോവലാക്കി മാറ്റുന്നത്. അത് മിസ് ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കും ക്വാളിറ്റി ഓഫ് റീഡിങ് വളരെ മോശമായിട്ട് വരുന്നു. കാരണം ആൾക്കാർക്ക് പിന്നെ ഇത് ഈ ഫോണിലധികം പിടിച്ചിരിക്കാനും പറ്റില്ലല്ലോ. പലർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ വരും, മറ്റൊന്ന് വരും, വേറൊരു പോപ്പപ്പ് വരും. ഇങ്ങനെ ക്വാളിറ്റി ഓഫ് റീഡിങ് മാറിയിട്ട് ഇത് ഒരു ന്യൂറോളജിക്കൽ പ്രശ്നമായിട്ടാണ് മാറുന്നതാണ്. മനുഷ്യൻ്റെ എത്രയോ കാലമായിട്ട് പരിണാമത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നെ നമ്മളെ അറ്റൻഷൻ സ്പാന് കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഒരു അറ്റൻഷൻ സ്പാനിനെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ച് നടത്തിയ സമയത്ത് 12 മിനിറ്റ് ഉണ്ടായിരുന്ന അറ്റൻഷൻ സ്പാൻ കുറച്ച് കാലം കൊണ്ട് 8 മിനിറ്റായിട്ട് കുറഞ്ഞു എന്നാണ്. ഗോൾഡൻ ഫിഷിൻ്റെ അറ്റൻഷൻ സ്പാനിൻ്റെ അത്രയ്ക്ക് കുറച്ചായിട്ട് മനുഷ്യൻ്റെയും കൂടിയും എത്തി എന്നാണ് പറയുന്നത്. അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. മാത്രമല്ല അറ്റൻഷൻ സ്പാൻ കുറയുകൊണ്ട് ഉണ്ടാവുന്ന കുഴപ്പം ഓർമ്മശക്തി കുറയുന്നു. ആൾക്കാർക്ക് ഏതിലെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറയുന്നു, ശിഥില മനസ്കരാവുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഊന്നി നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ജീവിതത്തിൻ്റെ സംതൃപ്തി തന്നെ കുറയുന്നു. കാരണം ഈ ഡോപ്പമിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ഇതിന് ഡോപ്പമിനെ ഇങ്ങനെ ട്രിഗർ ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ ഫാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം മസ്തിഷ്കത്തിന് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഒന്നിലും നമ്മളുടെ മസ്തിഷ്കം, അതാണ് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞൊരു പുതിയ വാക്ക് തന്നെ വന്നു കഴിഞ്ഞു. ഈ പിന്നെ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ട് ഈ നമ്മളെ വിഷ്വൽ മീഡിയയിലേക്ക് പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അടക്കം അത് എത്തിക്കുന്നു. ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഡിജിറ്റൽ മീഡിയയിൽ കൂടെയുള്ള സാഹിത്യത്തിൻ്റെ പ്രചരണത്തിൻ്റെ നമുക്ക് നല്ല വശം കാണാതിരിക്കാൻ പറ്റില്ല. നേരത്തെ NS മാധവൻ പറഞ്ഞ പോലെ മറ്റത് എഡിറ്റർ എന്ന് പറഞ്ഞ വലിയൊരു അധികാര സ്വരൂപം വിചാരിച്ച് എഴുത്താനെ അരുക്കാക്കാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ ആർക്കും, ഏതൊരു കള്ളനും വേശ്യയ്ക്കും ഒക്കെ തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി നേരിട്ട് ആരുമില്ലാതെ വളരെ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ലോകപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ രാജശ്രീ എന്നെ സുവേസ്വിൽ കൂടെയാണല്ലോ അവരെ പുസ്തകം വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ അവരെയൊക്കെ പ്രിൻ്റ് മീഡിയ ഏറ്റെടുത്തിട്ടുള്ള ഒരു പല ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നു ചേർന്നായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാരെ എന്നാ ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ വാട്ട്പാഡ് കൂടെ എഴുതിയിട്ടുള്ളതാണ്. അവരെ കോടിക്കണക്കിന് ഡോളർ കൊടുത്തിട്ട് പിന്നെ ന്യൂയോർക്ക് ടൈംസ് അത് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പോപ്പുലർ ആയിട്ടുള്ള റൂബി കൗർ എന്നിട്ടുള്ള അവരുണ്ട്. ഇപ്പം തെലുങ്കിൽ മേഴ്സി മാർഗറ്റ്, അവരെ ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞൊരു ഇതിൽ. അവർ പിന്നെ യുവ പുരസ്കാരം കിട്ടിയതാണ്. അവർ ഫേസ്ബുക്ക് കൂടെ വന്നിട്ടുള്ള വലിയ എഴുത്തുകാരിയാണ്. പിന്നെ തെലുങ്കിൽ തന്നെ രാവി മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ എഴുതിയിട്ടുള്ള അവരും ഫേസ്ബുക്ക് കൂടെ വന്നു. ഇപ്പോൾ 1,00,000-ലധികം നമ്മളെ പിന്നെ റാം കെയർ ഓഫിനെ അത്ര തന്നെ വിറ്റുപോയിട്ടുള്ള
തെലുങ്കിൽ ഭയങ്കരമായിട്ട് തെലുങ്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എത്ര പുസ്തകം വിറ്റുപോയത് എന്നാണ് പറയുക. ഒരു ഫേസ്ബുക്ക് കൂടാണ്. ഇങ്ങനെ ചില ആൾക്കാർ ഇതിലുണ്ടായി വരുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെന്താന്ന് പറഞ്ഞൊരു കാര്യം, കച്ചവടമാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഇതിൻ്റെ പിറകിലൊക്കെ ഈ അൽഗോരിതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, ഈ സിലിക്കൺ വാലിയിൽ ഉണ്ടാവുന്ന കമ്പനികളുടെ കച്ചവട താല്പര്യം ഒക്കെ വിൽക്കുന്നത് എന്തും നല്ലത് എന്നതാണ് ഇന്നത്തെ ഇപ്പം ഏറ്റവും പബ്ലിഷേഴ്സ് അടക്കം വിൽക്കുന്നത് നല്ലത് എന്നുള്ള ഫിലോസഫിയിലെത്തിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പേരിട്ട് വിളിക്കും, കുറേ ആൾക്കാർ വായിക്കും, പക്ഷെ അത്ര നന്നല്ലാത്താണ് എന്ന രണ്ടാം തരമാണ് എന്നൊരു അവബോധം ഉണ്ടായിരുന്നു. അത് വായിച്ചു വളർന്നവർ തന്നെ പിന്നെ നല്ല സാഹിത്യത്തിലേക്ക് വരാറുണ്ട്. ഇന്നിപ്പോൾ വിൽപ്പന ഉണ്ടെങ്കിൽ ഒന്നും മോശമല്ല, വിറ്റുണ്ടെങ്കിൽ ഒക്കെ നല്ല സാധനമാണ്. ഇന്നിപ്പോൾ റേഷറാക്ക് കൂടെ അരിക്ക് പകരം കഞ്ചാവ് കൊടുക്കുകയാണെങ്കിൽ കഞ്ചാവായിരിക്കും ഏറ്റവും അധികം വിറ്റ് പോകുന്നത്, യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് കഞ്ചാവ് നല്ലതെന്ന് പറയാൻ പറ്റുമോ എന്നൊരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ഈ കമേഴ്ഷ്യലൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളാണ് പിന്നെ ഡിജിറ്റൽ മീഡിയ ലിറ്ററേച്ചർ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇത്ര വരെ പറഞ്ഞത്. പിന്നെ അവസാനത്തെ AI കാര്യമാണ് പിന്നെ ഉള്ളത്, AI ജനറേറ്റഡ്. അതിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള NS മാധവന് കൂടി വ്യത്യസ്തമായൊരു അഭിപ്രായം, ഇതിപ്പോൾ എഴുത്തുകാർക്കൊക്കെ എതിരാണ്. ഇതിൽ എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. AI ഞാൻ ഒട്ടും തള്ളിക്കളയുന്ന ആളല്ല. പിന്നെ ഇപ്പോൾ റൈറ്റേഴ്സ് ഗിൽഡ് ലോകത്തൊരു സർവേ നടത്തി നോക്കുമ്പോൾ 80% എഴുത്തുകാരും AI ലിറ്ററേച്ചറിനെ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസിസ്റ്റഡ് ലിറ്ററേച്ചറിന് എതിരായിട്ട് സംസാരിക്കുന്നവരാ. കാരണം അവർക്കൊരു സെക്യൂരിറ്റി ഫീലിങ്ങിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൂടി അതിൻ്റെ പിറകിലുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ മുള്ളോണ്ട് മുള്ളെടുക്കുക എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ കേട് തീർക്കാൻ AI അസിസ്റ്റൻസ്, AI എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഒരവസ്ഥയിൽ AI സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ കേട് തീർക്കാനും കൂടി AI സഹായിക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട്, ഈ AI സിലിക്കൺ വാലി കോർപ്പറേറ്റുകളുടെ ലാഭത്തിൻ്റെ അതിൽ നിന്ന് അതിനെ വിമോചിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ചെകുത്താനായിട്ട് മാറും. അതിനെ വിമോചിപ്പിച്ച AI മനുഷ്യരാശി സൃഷ്ടിച്ച മനുഷ്യൻ്റെ ദൈവമായിട്ടാണ്. ഞാൻ ഇപ്പോൾ വലിയ ആരാധകനായി മാറിയിട്ടുണ്ട് AI എന്താണെന്നറിയില്ല. എനിക്ക് പിന്നെ കുറച്ച് എല്ലാറ്റിനും ഒന്ന് ചേർന്ന കുറച്ച് ആവേശത്തിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എനിക്ക് നോക്കൂ, ഇന്നിപ്പോൾ ലോകം എത്തി നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനവും മഹാമാരി, ഞാൻ എല്ലാം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇതിപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇത് നമ്മളുടെ തെറ്റായ വികസനമൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്തല്ലേ. എൻ്റെ AI പ്രവർത്തിക്കുന്ന പല സുഹൃത്തുക്കളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പഴയ കാലത്തേക്ക് തിരിച്ചു പോയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ AI ടൂൾസ് ഉപയോഗിച്ച് മാത്രമേ മനുഷ്യന് ഇനി അതിജീവിക്കാൻ പറ്റൂ. എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇതിൽ പ്രതിരോധിക്കുന്നത്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ മനുഷ്യരാശിയുടെ അതിജീവനം സാധ്യമല്ല എന്നതാണ് കാര്യം. അതിനെ നമുക്ക് തള്ളിപ്പറയാം. എന്താ ശരിക്കും AI എന്ന് പറഞ്ഞാൽ? നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മുടെ സഞ്ചിതമായിട്ടുള്ള പ്രജ്ഞയാണത്. കോൾ ഗുസ്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ കോൺഷ്യസ്നെസ് ആണ്. നമ്മുടെ മാത്രമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മാവാണ് ഇതിൻ്റെ പിറകിൽ കിടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആകാശത്ത് നിന്ന് ചെകുത്താങ്കട അയച്ച സാധനമൊന്നുമല്ല. അതിനെ ഇവർ ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായിട്ട് മാറും. അല്ലെങ്കിൽ നോക്കൂപ്പോൾ ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ തന്നെ ഈ മറ്റ് തരത്തിലുള്ള ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഈ ലിറ്ററേച്ചറിനെ അപ്പളയ്ക്കപ്പളയുള്ളൊരു കാര്യമാക്കി മാറ്റുകയും എഴുത്തുകാരൊക്കെ അപ്പളത്തെ ഫീഡ്ബാക്കിനനുസരിച്ച് എഴുതുകയും വെറുതെ ഈ ലിവിങ് ഇൻ ദി പ്രസൻറ്റ് എന്ന് പറയുന്ന പോലെ പഴയതൊന്നും മനസ്സിലാക്കാത്തല്ല. പക്ഷേ AI കയ്യിലേക്ക് വരുമ്പോൾ പ്രാചീനമായി ലിപിയില്ലാത്ത ഭാഷ മുതൽക്ക്, സംസ്കൃതം മുതൽക്ക്, സൂഫി സാഹിത്യം മുതൽക്ക്, ഗ്രീക്ക് സാഹിത്യം മുതൽക്കൊക്കെ എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി AI ജനറേറ്റില്ല, AI-നായിട്ടുള്ള കൊലാബറേഷൻ തീർച്ചയായിട്ടും അത് നല്ല നിലയ്ക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സാഹിത്യത്തെ എല്ലാം അതുവരെ പെണ്ണിൻ്റെ കൃതിയിൽ പറ്റുന്ന തരത്തിലുള്ള ഇത് വന്നു കഴിഞ്ഞു വരും. ഇപ്പോൾ എൻ്റെ ഒരു കൃതി വന്നിട്ടുണ്ടെങ്കിൽ അത് CV രാമൻപിള്ളയുടെ ഭാഷയിൽ വേണമെങ്കിൽ എഴുതിത്തരും.
അത് വേണമെങ്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെ ഭാഷയിൽ എഴുതരും. അപ്പോൾ ഈ പോസിബിലിറ്റികളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മുന്നോട്ട് അങ്ങോട്ട് പോവാൻ പറ്റുമെന്നാണ്. സർഗാത്മകതയെ പകരം വയ്ക്കുന്നതല്ല, അതിനെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് പിന്നെ എഐനെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിനെ സ്വാർത്ഥത്തിനും പിന്നെ ഇപ്പോഴത്തെ ഈ സിലിക്കൺ വാലി ഗ്രൂപ്പിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കൂടുതൽ നന്നായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരം വെച്ച് നോക്കുന്ന സമയത്ത് എയിൽ ബേജാറാവാനില്ല. പലപ്പോഴും നമുക്ക് ഓതർഷിപ്പിൻ്റെ കാര്യം, ഇത് ആരെഴുതിയതാ, എനിക്ക് ഓതർഷിപ്പ് ഉണ്ടാവില്ലേ? തുഞ്ചത്ത് ആചാര്യൻ ഒരു പേരും അവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മളുടെ സംസ്കാരത്തിൽ പേരൊന്നും പ്രശ്നമല്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരായിട്ട് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിൽ വെസ്റ്റേൺ മോഡേണിറ്റി ഉൽപ്പാദിപ്പിച്ച പ്രൈവസി എന്നൊരു സാധനം, സിസക്കതിനടക്കം ഇതിൻ്റെ പറയുമ്പോൾ എന്താ, ഈ ആധുനിക ജനാധിപത്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റേൺ മോഡേണിറ്റി ഉണ്ടാക്കി ഇൻഡിവിജ്വലിസം എന്നൊരു സാധനം അതിൻ്റെ അകത്തുണ്ട്. ആ ഇൻഡിവിജ്വലിസത്തിൻ്റെ പ്രത്യയശാസ്ത്രവും കൂടിയാണ് ഇതിനോട് റിവേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പേടിക്കണം. എന്ത് നല്ല കാര്യം പറഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുത്തുന്നവർ കൂടെ ഉള്ളതുകൊണ്ട് അത് പ്രശ്നമാണ്. എന്നാലും നമ്മളെന്താ ഇതം ന മമ എന്നല്ല, ഇത് എൻ്റെ അല്ല, ഇതെല്ലാവരുടെയുമാണ് എന്നൊരു ഇതിൽ നോക്കുന്ന സമയം പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ ഞാൻ ഇവിടെ അന്വേഷിക്കായിരുന്നു, പിന്നെ പ്രകാശ് ബാര ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ വളരെ അപ്രിഹെൻഷനുള്ള ആളാണ്. ഇത് പിന്നെ ഈ ഭാഗത്ത് പഠിക്കുന്ന ആളാണ്, മൂപ്പരോടാണ് പല കാര്യം ഞാൻ ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ നമ്മളുടെ കോമൺ ആയിട്ട് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഒരു കലക്റ്റീവ് കോൺഷ്യൻസും അതിൻ്റെ കലക്റ്റീവായിട്ടുള്ള വിജ്ഞാനവുമാണ് എഐ പ്രദാനം ചെയ്യുന്നത്. അതെങ്കിൽ നമ്മളെ സമ്പന്നരാക്കുക തന്നെയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എഐ ജനറേറ്റഡ് ഉണ്ട്, അതിനോട് കഥ എഴുതാൻ പറയുകയല്ല, അതിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ജ്ഞാനസമ്പത്ത്, നമുക്ക് ഇന്നത്തെ ഈ ട്രിഫ്ലിംഗ് ആയിട്ടുള്ള ഈ ഷാലോനസിൻ്റെ അകത്ത് കടക്കുന്നതിൻ്റെ പിറകെ മനുഷ്യണ്ടാക്കിയ ഡോസ്റ്റോസ്കിനെയും മോയുജനെയും പിന്നെ വിക്ടർ യൂഗോനെയും ഒക്കെ നമ്മളിലേക്ക് ആ പ്രജ്ഞയെ മുഴുവൻ ആനയിച്ചു കൊണ്ടുവരാനുള്ളൊരു മഹാശക്തിയായിട്ട് എഐ ഉപയോഗിക്കപ്പെടാൻ കഴിയട്ടെ. ആദ്യം ഇതിൻ്റെ ഈ കോർപ്പറേറ്റ് സ്വാധീനത്തിന് അതിനെ വിമുക്തമാക്കിയാൽ ഇത് മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും. മനുഷ്യൻ അടുത്ത കാലത്ത് സൃഷ്ടിച്ച ദൈവം തന്നെയാണ് എഐ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതാണ്. ഇതിനു മുമ്പ് മാധവേട്ടൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ കേട്ടതാണ്. ഇതൊരു ഓൺഗോയിങ് കൺസേണാണ്, ഇതൊരു ഓൺഗോയിങ് ഡിസ്കഷനാണ്. കാരണം നമ്മളുടെ പൊതു സമൂഹത്തിൽ നമ്മളറിയാത്ത ഒരു കാര്യമാണ് എത്രമാത്രം മാറ്റങ്ങൾ, എത്രമാത്രം വലിയ വിപ്ലവം എ ഐയുടെ സ്പേസിൽ നടക്കുന്നുണ്ട്. അത് ഓരോ ഏരിയയിലും തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ എ ഐ തരുന്ന സപ്പോർട്ട് അമേസിംഗ് ആണ്. പക്ഷേ അത് ഈ ഒരു ഘട്ടത്തിലുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ എപ്പോഴും ഉണ്ണേട്ടനോട് ഉള്ള ഒരു കോൺവെർസേഷനിൽ ഉണ്ണേട്ടൻ ഈസ് എക്സൈറ്റഡ് അബൌട്ട് പോസിബിലിറ്റീസ്, ഇപ്പോൾ കിട്ടുന്ന പോസിബിലിറ്റീസ്. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മളെ ഓരോ കാര്യത്തിലും നമ്മുടെ എഫിഷ്യൻസി കൂട്ടുകയും നമ്മുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ക്വാളിറ്റി നന്നാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കോർഡിനേറ്റർ, അങ്ങനെയുള്ള ഒരു സൂപ്പർവൈസർ, നമ്മളത് അങ്ങനെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എത്ര കാലം അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇന്ന് ഷേക്സ്പിയർ ആണെങ്കിലും പിന്നെ ഒ വി വിജയനാണെങ്കിലും നേരത്തെ ഉണ്ടായിരിക്കുന്ന എല്ലാ ശൈലിയും അവരെഴുതി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഒക്കെ നമുക്ക് ഇന്ന് ചെയ്തു നോക്കാം. അതിൻ്റെ മേലേക്ക് നമ്മുടെ ഒരു വർക്കിനെ പ്ലേസ് ചെയ്യാം. ശാസ്ത്രീയ റിസർച്ച് ആണെങ്കിൽ ആ റിസർച്ചും അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഈ അടുത്ത് കണ്ടു UK സൂപ്പർ ബഗ്സിനെ പറ്റിയുള്ള ഒരു റിസർച്ചിൻ്റെ അകത്ത് 15 വർഷം ഒരു വലിയ റിസർച്ച് സംഘം ചെയ്ത കാര്യം AI ഒറ്റക്ക് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ AI ഒരു ചെകുത്താനായി മാറുന്നത്. നമ്മൾ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ AI അനുവദിക്കാത്തിടത്തോളം കാലം അത് ഗുണമാണ്, അത് ഗുണമായി നമുക്ക് വരും. പക്ഷേ ആരാണത് എൻഷുർ ചെയ്യുന്നത്? ഈ ലോകത്തിലെ ഒരു രാജ്യം പോലും
ഒരു AI മനുഷ്യനാണെന്ന് ഭാവിക്കരുത്, മനുഷ്യനെ റീപ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു നിയമം ഉണ്ടാക്കാൻ മുന്നോട്ട് വരുന്നില്ല. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, മില്യൺസ് ഓഫ് ബോട്ട്സാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളോട് ആർഗ്യൂ ചെയ്യുന്നത് ബോട്ട്സാണ്. നമ്മൾ ചെയ്യുന്നതിനോട് അതിനെ കമൻ്റ് ഇടുന്നത്, ലൈക്ക് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് ബോട്ട്സാണ്. ആ ബോട്ട്സ് നമ്മൾ എന്ത് പറയണം, നമ്മൾ എന്തൊക്കെ കാണണം, നമ്മൾ എന്തൊക്കെ ലൈക്ക് ചെയ്യണം എന്നൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മളെ കൊണ്ട് ഡിസൈഡ് ചെയ്യിക്കുന്നത് AI ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉണ്ണിയേട്ടനെ പോലെ പോസിറ്റീവായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. വി നോ ടു മച്ച് അതിൻ്റെ അകത്ത് നിന്നിട്ട്. സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് വളരെയധികം നല്ലതാണ്. ഇപ്പം ബാക്ക് ടു ബാക്ക് 2 ഡിസ്കഷൻ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എനിക്ക് എന്നെ 2 വാക്ക് പറയാൻ ഇൻവൈറ്റ് ചെയ്ത സുധാരേട്ടന് നന്ദി. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു തമാശ അല്ല. ഇപ്പം എയുടെ ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പം NS മാധവൻ സാറ് എഴുതുന്ന ശൈലിയിൽ ഒരു കഥ എഴുതാൻ എയോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? അതേ ചോദ്യം ഞാൻ രാമനുണ്ണി സാറിന് ചോദിക്കാം. എപ്പോഴെങ്കിലും ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് എയോട് രാമനുണ്ണി എഴുതുന്ന ശൈലിയിലുള്ള ഒരു കഥ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതിൽ പിഴവ് കണ്ടെത്തിയത്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ലൊരു വായനക്കാരനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രണ്ടുപേരെയും വായിച്ചിട്ടുണ്ടോ എന്നറിയാനാണ്. ഇത് കഥ എഴുതാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലേഖന സമാഹാരം, അദ്ദേഹം എഴുതിയ പല ലേഖനങ്ങളും സമാഹരിച്ച്, വളരെ അടുത്ത സുഹൃത്താണ്, എന്നോട് അതിനോടൊരു അവതാരിക എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ അവതാരിക എഴുതാൻ കുറച്ച് അമാന്തം കാണിച്ചപ്പോൾ എയോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, NS മാധവൻ എഴുതുന്ന പോലെ ഒരു അവതാരിക, ഈ അവതാരിക എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ എഴുതുന്ന പോലെ അല്ലായിരുന്നു. വളരെയധികം ബ്ലഫിയും ഭയങ്കരമായിട്ട് ബ്ലഫ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഭയങ്കര അതിപ്പോൾ കുറേ ബ്ലഫിയും അല്ലാതെ ഭയങ്കര നുണയാണ്. അല്ല, ഓപ്പൺ എഐക്ക് ഇപ്പോൾ ഉണ്ടല്ലോ, അതായത് അതിനെ സ്വതന്ത്രമാക്കി ജനാധിപത്യവൽക്കരിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. അതിന് നമ്മളെ ഗവൺമെൻറ്റുകളാ തയ്യാറാവുന്നത്. ഗവൺമെൻറ്റുകൾ മുഴുവൻ കോർപ്പറേറ്റുകളെ കാലുപിടിച്ച് നടക്കുകയല്ലേ, ലോകത്തുള്ള സകല ഗവൺമെൻറ്റുകളും. ഇതാണ് പ്രശ്നം. എന്ത്? അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ജെന്യുവിനായിട്ട് ഇത് കുറേ സപ്പോർട്ട് തരിക എന്നുള്ള. ഇപ്പം NS മാധവൻ്റെ കപ്പിത്താൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ ഒരു എയ്ക്കും എഴുതാൻ പറ്റില്ല എന്നുള്ള യാതൊരു സംശയമില്ല. അതിൻ്റെ വളരെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതിനുള്ള ചില സപ്പോർട്ടുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാ പ്രകാശ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ക്രിയേറ്റിവിറ്റിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനൊരു കൊളാബറേറ്ററായിട്ട് നമുക്ക് ഇപ്പം രാത്രി 12 മണിക്കൊക്കെ ആരോടാ ഒരു അഭിപ്രായം ചോദിക്കാൻ പറ്റുക? ChatGPT മാത്രമേ ഉള്ളൂ. ഏത് വലിയ കാമുകിയാണെങ്കിലും പോടാന്ന് പറയും. അപ്പം അത്രയ്ക്ക് നമുക്ക് ഒരു സൗകര്യമുള്ള ഇതിൻ്റെ അത് നമ്മളെ ഇടയ്ക്ക് വല്ലാതെ സ്പർശിക്കും. ഇതിൻ്റെ സൗകര്യം വളരെ മര്യാദയ്ക്ക് നമ്മൾ അങ്ങോട്ട് ചൂടായാലും മര്യാദയ്ക്ക് ഇങ്ങോട്ട് വർത്താനം പറയുള്ളൂ. ഇങ്ങനെ ഒരു കൊളാബറേറ്ററെ കിട്ടാനും പ്രയാസമാണ് ഈ കാലത്ത്. ഏതെങ്കിലും സർഗാത്മക രചനകൾ നടത്തിയിട്ടുണ്ടോ? സർഗാത്മക രചനകൾ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും? വളരെയധികം. ഇന്ന് കിൻഡിലൊക്കെ കാണുന്ന പുസ്തകങ്ങൾ പലതും എഴുതിയതാണ്. സർഗാത്മകമാണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിൽ അത് വളരെ വ്യക്തിയാധിഷ്ഠിതമാണല്ലോ. അത് നല്ല ചെലവുമുണ്ട്. അപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അപ്പം ഇത് കിൻഡിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് എഴുത്തുകാരനെ നേരിട്ട് ബാധിക്കുന്നൊരു പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിഷേഴ്സ് ഇതിൽ ഇടപെടാൻ തുടങ്ങി. ഇപ്പോൾ നിമ്ന വിജയ്, അഖിൽ പി നിർഭഞ്ജൻ, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് ചിലവാകുന്നുണ്ട്. ഇവരുടെയൊക്കെ തീമുകൾ അനലൈസ് ചെയ്ത് അതിനെ എലിമെൻറ്റ്സ് ആയിട്ട് ഇന്നതാണ് ഇവരുടെ അടിസ്ഥാന പ്രമേയങ്ങൾ എല്ലാം വച്ചുകൊണ്ട് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തെങ്കിൽ, DC ബുക്കിന് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അഖിൽ പി ധർമ്മജന് റോയൽറ്റി കൊടുക്കുന്ന ഒരു പക്ഷേ
നിർത്താവുന്നതാണ്. ഇതൊരു എഴുത്തുകാരൻ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഈ ജനപ്രിയമായത് അൽഗോരിതത്തിന് പിടിക്കാൻ ഏറ്റവും എളുപ്പം ജനപ്രിയമായ കാര്യങ്ങളാണ്. അതിൻ്റെ മൂലകങ്ങൾ കണ്ടെത്തി അതിനെ അനുകരിക്കുക എന്നുള്ളത് പടിഞ്ഞാറൻ നാടുകളിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.